എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ കറിയാണ്. അതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ കൊഴുവയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ കൊഴുവ എടുത്തിരിക്കണമെന്നേ ഉള്ളൂ. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 മുറി നാളികേരം ചിരകിയതും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അല്പം വെള്ളവും ചേർത്ത് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/4 സ്പൂൺ ഉലുവ, 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, നീളത്തിലരിഞ്ഞ 1 സവാള, 1 തക്കാളി നീളത്തിലരിഞ്ഞതും, 1 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ 1 ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള കോൽപ്പുളി കുതിർത്ത് അതിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് തിളപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുക. 1 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് ആവശ്യാനുസരണം എടുക്കുക. അത് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മീനിട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. തിളയ്ക്കാനായിട്ട് വെക്കുക. മറ്റൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് 4 വറ്റൽ മുളകും 1 പിടി ചുവന്നുള്ളി അരിഞ്ഞതും 1 സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് നടുവേ പിളർന്നതും 1 പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന കറിയിലേക്ക് താളിക്കുക. രുചിയൂറും കൊഴുവ കറി തയ്യാറായി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, ഗുഡ് ഡേ, ടേക്ക് കെയർ.